ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ഓണമായിട്ട് ചിപ്സും പലഹാരം ഒന്നും ഉണ്ടാക്കിയില്ല എന്ത് ലൈഫ് സ്റ്റൈൽ അല്ലേ? പ്രത്യേകിച്ച് നമ്മള് ഏത്തക്ക ചിപ്സ് അല്ലേ? അത് തന്നെ, നല്ല നാടൻ ചിപ്സ് നമ്മള് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. കഴിഞ്ഞ ഓണത്തിന് നമ്മൾ ശർക്കര വരട്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് അടിപൊളി ശർക്കര വരട്ടിയായിരുന്നു. അതുപോലെ ശർക്കര വരട്ടി നമുക്ക് കടയിൽ പോയാൽ പോലും വാങ്ങിക്കാൻ കിട്ടത്തില്ല. എല്ലാവർക്കും അത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ. നമ്മൾ ശർക്കര വരട്ടിയൊക്കെ നമ്മൾ വെറുതെ കടകളിൽ പോയി വാങ്ങിക്കേണ്ട ഒരു കാര്യമില്ല. നമുക്ക് നല്ലതുപോലെ വീട്ടിൽ തന്നെ ചെയ്യാം. അതുപോലെ ഈ ചിപ്സ് നമ്മൾ ഈ ഒരു പ്രാവശ്യം ഇങ്ങനെ ചിപ്സ് ഉണ്ടാക്കിയാൽ പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയില്ല. അത് തന്നെ, നല്ല ശുദ്ധമായിട്ട് നമ്മുടെ വെളിച്ചെണ്ണയിൽ നമുക്ക് ഈസി ആയിട്ട് മമ്മി ഉണ്ടാക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? കിച്ചണിലോട്ട് പോകാം. അപ്പം ചിപ്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1.5 കിലോ നേന്ത്രക്കായ എടുത്തിട്ടുണ്ട്, അതായത് ഏത്തക്കായ എടുത്തിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ നല്ലതുപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് അരിഞ്ഞെടുക്കണം. അതിനായിട്ട് ഇത് നമ്മൾ ആദ്യം അരിയുമ്പം തന്നെ നമ്മുടെ കയ്യിൽ കറ പറ്റാതിരിക്കാനായിട്ട് നമ്മൾ കയ്യിൽ ഇച്ചിരി വെളിച്ചെണ്ണയോ എണ്ണയോ വല്ലയോ തേക്കണം. അപ്പോൾ ഇത് ഏത്തക്കയുടെ തൊലി കളഞ്ഞിട്ട് നമ്മൾ ഉപ്പ് വെള്ളത്തിനകത്തോട്ട് ഇത് കഴുകിയെടുക്കണം. ഉപ്പിട്ട് കൊടുക്കാം. അപ്പം നമ്മൾ 2 സൈഡും ഇങ്ങനെ വെട്ടിയതിന് ശേഷം അങ്ങനെ ചെറുതായിട്ടൊന്ന് പൊന്തി കൊടുക്കുക. നമ്മൾ ചീനി പൊളിക്കുന്ന മാതിരി ഉണ്ടല്ലോ, കപ്പ പൊളിക്കുന്ന മാതിരി ഇതിനെ പൊളിച്ചെടുക്കണം. ഉണ്ടല്ലേ? നല്ല ദൃഢമുള്ള കാ കിട്ടാന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. ഇപ്പം നമ്മുടെ കൈ നല്ലതുപോലെ എണ്ണ തേച്ചതിന് ശേഷം കാ നമ്മൾ ചെത്തിയെടുക്കാം. ചെറുതായിട്ടൊന്ന് പൊന്തി കൊടുത്തിരുന്നാൽ മതി കേട്ടോ. ഏത്തക്കയെല്ലാം നമ്മൾ നല്ലതുപോലെ പൊളിച്ചെടുത്തു. ഇതിപ്പം ചിന്നുനും മിന്നിനും വേണ്ടിയിട്ട് നല്ല കറക്റ്റായിട്ട് കട്ടൊക്കെ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇത് അവർക്ക് കൊണ്ടു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഏത്തക്ക നമ്മൾ വെള്ളത്തിനകത്തിട്ട് നല്ലതുപോലെ കഴുകി വാരിയെടുക്കണം. എന്നിട്ട് ഒന്ന് വെള്ളം തോർത്താനായിട്ട് വെച്ചേക്കണം. ഇതിൻ്റെ ഒരു ഭാഗവും അതിൻ്റെ തൊലിയോ ഒന്നും ഇരിക്കരുത്. നല്ല വൃത്തിക്ക് കണ്ടത്, നല്ല ഇരിഞ്ഞെടുത്തപ്പോൾ നല്ല വൃത്തിക്കിരിക്കുകയാണ്. അതിന് കഴുകി വാരി വെള്ളം തോർത്താനായിട്ട് വെക്കണം. അല്ലെങ്കിൽ നനവോടെ നമ്മൾ എണ്ണയിലോട്ട് ഇട്ടാൽ പൊട്ടിത്തെറിക്കും. ഇതിപ്പോൾ നമുക്ക് കഴുകി വാരി ഇതിൻ്റെ വെള്ളം പോകാനായിട്ട് വയ്ക്കാം. അപ്പം നമ്മൾ വേറൊരു ടൈപ്പിലും കൂടെ നമ്മൾ ചിപ്സ് ഉണ്ടാക്കുന്നുണ്ട്. 1 കിലോ ചെറുതായിട്ട് പഴുത്ത കായം കൂടെ എടുത്തിട്ടുണ്ട്. അതിനൊരു ചെറു മധുരമായിരിക്കും അതിൻ്റെ ചിപ്സിന്. അത് നമുക്കതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് വയ്ക്കാം. അപ്പം നമ്മുടെ ഉപ്പിനകത്തിട്ട പച്ചക്കായ കഴുകി വാരി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചെറുതായിട്ട് പഴുത്ത കായും ഉപ്പുവെള്ളത്തിനകത്ത് ഇട്ട് വെച്ചിരിക്കുകയാണ്. അത് നമുക്ക് കഴുകി വാരി വെക്കാം. നല്ലതുപോലെ അതിൻ്റെ പുറത്തെ കറയൊക്കെ നമ്മൾ കഴുകിയതിന് ശേഷം ഒരു പാത്രത്തിനകത്തോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ തവ ചൂടാകുമ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം വേണം നമ്മൾ ചിപ്സ് അതിനകത്തോട്ട് അരിഞ്ഞിടാനായിട്ട്. ഒരു തരത്തിൽ നമ്മളിവിടെ ചിപ്സ് ഉണ്ടാക്കാൻ സമ്മതിക്കുന്നില്ല. ഭയങ്കര ബഹളം അവിടെ ഇല്ല, വികൃതി പിടിച്ച പിള്ളേരെ കൂട്ട്. അതിന് അടുക്കളയുടെ വാതിൽക്കൽ കൊണ്ടൊന്ന് കെട്ടിയിട്ടിരിക്കുക. നോക്കുന്ന കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ഇതിന് ആവശ്യമായ ഉപ്പും കൂടെ നമുക്ക് കലക്കി വയ്ക്കണം. ഇപ്പോൾ ഒരു 1.5 സ്പൂൺ ഉപ്പ് നമുക്ക് അതിനകത്തോട്ട് കലക്കി വയ്ക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കലക്കി വയ്ക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി ഒന്നും ഇടുന്നില്ല. അപ്പോൾ ഇത് ഡയറക്റ്റ് സ്ലൈസർ വെച്ചിട്ട് എണ്ണയിലോട്ട് തന്നെ അങ്ങ് അരിഞ്ഞിടുകയാണ് ചെയ്യുന്നത്. അത് സ്ലൈസർ ഇല്ലാത്തവർക്ക് നമ്മൾ കത്തി വെച്ചിട്ട് നല്ലതുപോലെ വളരെ നേർത്ത രീതിയിൽ അരിഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ എണ്ണ ചൂടായോ എന്ന് അറിയാനായിട്ട് ഒരു ചെറിയ കഷ്ണം ഏത്തക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. ചൂടായിട്ടില്ല. അപ്പോൾ നമ്മുടെ എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. നമ്മുടെ കായ ഇട്ടത് മുകളിലോട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഈ സ്ലൈസറിനകത്തോട്ട് വെച്ചിട്ട് നല്ലതുപോലെ അങ്ങോട്ട് അരിഞ്ഞു കൊടുക്കാം. വളരെ പെട്ടെന്ന് ഇതാവും കേട്ടോ. പലരും ചോദിക്കുന്നുണ്ടായിരുന്നു ഈ കഴിഞ്ഞൊരു വീഡിയോയിൽ ഈ സ്ലൈസർ എവിടെ നിന്നാണ്. ഇത് നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. കൊച്ചു പിള്ളേർക്ക് വരെ നമുക്ക് ഈ ഓണത്തിനുണ്ട് ഈ ചിപ്സ് ഇങ്ങനെ നിമിഷ നേരം കൊണ്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പം ഇവിടെ കൊണ്ട് നിർത്താം. മതി. ഇത്രയും മൂത്ത് കോരിയതിന് ശേഷം നമുക്ക് അടുത്ത ഇടാം. രണ്ടാമത്തെ ട്രിപ്പ് നമ്മൾ ഇടുമ്പോൾ പിന്നെ ഉപ്പിടേണ്ട കാര്യമില്ല. അപ്പോൾ ആദ്യത്തെ ട്രിപ്പിൻ്റെ ഉപ്പിനകത്ത് കാണും. അപ്പോൾ ഇതിനകത്ത് മഞ്ഞൾപ്പൊടി ഒന്നും ഇടേണ്ട യാതൊരു കാര്യമില്ല. അതിനകത്ത് നല്ല നിറമൊക്കെ ഉണ്ട്, കണ്ടില്ല? അപ്പോൾ നമ്മൾ വിളഞ്ഞ കായ എടുക്കുന്നുണ്ടെങ്കിൽ അതിന് നല്ല നിറമായിരിക്കും. അപ്പോൾ ഇത് നമുക്കിനി കോരിയെടുക്കാം. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് നമ്മുടെ കഴിഞ്ഞ്
നമ്മുടെ ചിപ്സ് പരുവായോ ഇല്ലെന്ന് അറിയാനായിട്ട് നമ്മളത് ആദ്യം ഇടുമ്പോൾ നല്ലതുപോലെ പതഞ്ഞ് കയറി വരും. പിന്നെ അവസാനം ആകുമ്പോഴത്തേക്ക് അതിൻ്റെ പൊട്ടലും ചീറ്റലും ഒക്കെ അങ്ങ് നിന്നിട്ട് ഈ എണ്ണയുടെ ഇതൊക്കെ അങ്ങ് അടങ്ങി പതയൊക്കെ അങ്ങ് അടങ്ങും. കണ്ടില്ലേ? അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഒരു സ്വല്പം ഉപ്പ് അങ്ങോട്ട് തളിച്ചു കൊടുക്കാം. ആറി എന്നിട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ല കിലുകിലാന്നായിട്ടുണ്ട്. നമ്മളിതെല്ലാം കോരിയെടുത്തിരിക്കുകയാണ്. ഉപ്പ് നമ്മളങ്ങോട്ട് വരുമ്പോൾ ഒരു പൊട്ടലും ചീറ്റലും ഒക്കെ നടക്കും. ആ ഉപ്പിൻ്റെ ബഹളം അങ്ങ് അടങ്ങുമ്പോൾ നമ്മൾ ചിപ്സ് കോരിയെടുക്കാം. തീ കുറച്ച് വെച്ചതിന് ശേഷം നമുക്കിങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് കൊടുക്കാം. അവസാനം വരുമ്പം കൈ പോകാൻ നോക്കണം. ലാസ്റ്റ് നമ്മൾ കോരിയെടുത്തതിന് ശേഷം നമ്മൾ ഉപ്പ് വെള്ളം തളിച്ചാലും മതി. എന്നിട്ട് എല്ലാം ഒന്ന് ഇളക്കിയെടുത്താൽ മതി. നിമിഷം നേരം കൊണ്ട് ഈ പണി കഴിയും. നമ്മൾ വെറുതെ കടയിൽ പോയി പൈസ ഒന്നും കളയാതെ ഇതേപോലെ 2 കിലോ കാ മേടിച്ച് നമ്മളെ വറ്റലുണ്ടാക്കിയാൽ ഇഷ്ടം പോലെ നമുക്ക് കഴിക്കുകയും ചെയ്യാം, വിശ്വാസമായിട്ട് കഴിക്കുകയും ചെയ്യാം. അതാ ഏത് എണ്ണയിലുണ്ടാക്കിയതാണെന്ന് ഒന്നും പേടിക്കണ്ട. നമ്മുടെ വീട്ടിലുള്ള നല്ല എണ്ണ വെച്ചൊക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഇവിടുന്ന് കുറച്ചുകൊണ്ടിരിക്കുക ഓരോന്ന് ആയി വരുമ്പോഴത്തേക്ക്. ഇതുണ്ടോ കിലോ നല്ല എത്ര കനം കുറഞ്ഞിട്ടായിരുന്നിരിക്കുന്നത്. കരിയില മാതിരി ഇരിക്കാം. ഇനി ആർക്കും ഇതേപോലെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ട്രിപ്പിൽ നമ്മൾ ഉണ്ടാക്കിയതെല്ലാം നല്ല കാലിയായി. നമ്മളിനി അടുത്ത് എടുക്കുകയാണ്. അപ്പോൾ അടുത്തത് നമുക്കിങ്ങനെ കോരിയെടുക്കാം. സ്ലൈസറിനകത്ത് നേരിട്ട് എണ്ണയിലോട്ട് പിന്നെ കട്ട് ചെയ്തിടാൻ അറിയാവുന്നവർ അങ്ങനെ ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പാത്രത്തിനകത്ത് സ്ലൈസ് ചെയ്ത് വെച്ചതിന് ശേഷം വറുത്ത് കോരിയാലും മതി. അപ്പോൾ ഈ നമ്മൾ എണ്ണയിലോട്ട് ഡയറക്റ്റ് ഇടുമ്പോൾ ചിലപ്പം കയ്യിലോട്ടൊക്കെ ആവി കയറി വന്നാൽ അത് ചിലർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതൊരു പാത്രത്തിനകത്തോട്ട് അരിഞ്ഞ് വയ്ക്കുക. ആദ്യം നമ്മളിത് മൂത്ത് കഴിഞ്ഞു. ഇപ്പം ഇത്രയും വറുത്തപ്പോൾ എനിക്കിതൊന്ന് മനസ്സിലായത് നമ്മൾ 2 കായ നമ്മൾ വറക്കാനായിട്ട് ആദ്യം സ്ലൈസ് ചെയ്തിടുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് മതി. അപ്പം നമ്മൾ 1 ടീസ്പൂൺ ഇട്ടപ്പോൾ അത് ഇച്ചിരി കൂടുതലായിട്ട് തോന്നി. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ എത്രയും കനം കുറച്ച് അരിയുന്നോ അത്രയും നല്ലതായിരിക്കും നമ്മുടെ ചിപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് കോരിയെടുക്കാം. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിത് ഉണ്ടാക്കിയാൽ പിന്നെ നമ്മൾ ആരും ഇത് കടയിൽ നിന്ന് വാങ്ങിക്കത്തില്ല. നിമിഷം നേരം കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. 1.5 കിലോ കായ എടുത്തപ്പോഴത്തേക്ക് നമുക്ക് ഇഷ്ടം പോലായി. ഇതെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് പഴുത്ത കായാണ് ഇനി അടുത്തത്. പച്ചക്കായുടെ ചിപ്സ് കഴിഞ്ഞു. ഇനി നമുക്ക് പഴുത്ത കാ വെച്ചിട്ട് എങ്ങനെയാണ് ചിപ്സ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അത് 2ആയിട്ടൊന്ന് മുറിച്ചതിന് ശേഷം നമുക്കത് തുടങ്ങാം. പഴുത്ത കാ 2ആയിട്ട് മുറിച്ചിട്ട് അത് ഇങ്ങനെ നമ്മൾ ഡയറക്റ്റ് എണ്ണയിലോട്ട് അങ്ങ് ഇടുമ്പോൾ ഉണ്ടല്ലോ ഒട്ടത്തില്ല. നമ്മൾ കത്തിയൊക്കെ വെച്ച് അരിഞ്ഞിട്ട് അങ്ങോട്ട് വാരി ഇടുമ്പോൾ പിന്നെ എല്ലാം ഒട്ടി അങ്ങ് ഇരിക്കും. എല്ലാം അങ്ങനെ വേറിട്ട് അങ്ങ് വന്നോളും. ഇതിനകത്ത് പഴുത്തതിനകത്ത് പിന്നെ നമ്മൾ ഉപ്പിടേണ്ട കാര്യമല്ല. അപ്പോൾ ഈ പഴുത്ത കായ നമുക്ക് വട്ടത്തിലും കൂടെ ചിപ്സാക്കി എടുക്കാം. നമ്മൾ ഒരുപാട് പഴുത്ത എല്ലാം എടുക്കുന്നത് തൊലിയൊന്നും മഞ്ഞ കളർ ഓടിയത് നോക്കി എടുക്കുക. നമ്മൾ കായ എടുക്കുമ്പോൾ നല്ല ദൃഢമുള്ള കായാണെങ്കിൽ നല്ല ചിപ്സായിരിക്കും നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇതിനകത്ത് നമ്മൾ ഉപ്പിടേണ്ട കാര്യമില്ല. ഈ പഴുത്തതിനകത്ത് ചിപ്സ് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ട്? ഇതിനെ സൂപ്പർ അല്ലേ? രണ്ടും കൊള്ളാം. ചിപ്സുകളെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സത്യത്തിൽ പിന്നെ നമ്മൾ ഒരിക്കലും കടയിൽ നിന്ന് ചിപ്സ് വാങ്ങത്തില്ല. അത്ര പെട്ടെന്ന് നമുക്ക് ചെയ്യാനും സാധിക്കും. നല്ല രുചികരമായിട്ട് ഈ ചിപ്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പം ഇത് പഴുത്ത് നമ്മൾ വറുക്കുമ്പോൾ അതിൻ്റെ നിറം മധുരം ഉണ്ടായതുകൊണ്ട് സ്വല്പം നിറം മാറുമെന്നേ ഉള്ളൂ. പക്ഷെ നല്ല ടേസ്റ്റാണ് ഈ ചെറുതായിട്ട് പഴുത്ത പഴം നമ്മൾ വറക്കുമ്പോൾ. അപ്പോൾ 3 രീതിയിലുള്ള ചിപ്സാണ് ഇന്ന് നമ്മൾ കാണിച്ചേക്കുന്നത് അല്ലേ അമ്മി? അതെ. അപ്പോൾ ഈ ചിപ്സ് ആരും ഇഷ്ടപ്പെടുന്ന ഒരു ചിപ്സാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കണം. കുഞ്ഞു മക്കൾക്ക് വരെ ഉണ്ടാക്കാൻ പറ്റിയൊരു ചിപ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചിപ്സ് ഉണ്ടാക്കുന്ന രീതി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വിടുക. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജായ മിനിസ് ലൈഫ് സ്റ്റൈലും കൂടെ ഒന്ന് ലൈക്ക് ചെയ്ത് വിടുക. അടുത്ത വീഡിയോ കാണുന്നവരെ ഞാനും മമ്മിയും ബൈ.